കൃഷ്ണേട്ട പാട്ടിൽ സ്റ്റക്കാണ് ഗൈസ്. ഏട്ടൻ ഞാൻ പാട്ടിട്ട് കോപ്പറേറ്റ് എങ്ങനെ കിട്ടൂ? കോപ്പറേറ്റ് എങ്ങനെ വരൂ? എന്തീ ആരടി അവിടെ എന്നെ കൊണ്ടുപോയി അമ്പടോ അച്ഛൻ തല്ലിയ ഇറക്കി വിടും. ഏട്ടാ വണ്ടി നിർത്തട്ടെ, ഏട്ടാ വണ്ടി നിർത്തട്ടെ, വണ്ടി നിർത്താൻ ഇറക്കി വിട്ടേക്കാം ഗൈസ്. അപ്പൊ ഞങ്ങള് രാവിലെ വൈകുന്നേരത്ത് പോകേണ്ട പോക്ക് ഞാനും കാവ്യം പോലും കൂടെ ഇപ്പൊ ഗൈസ് നമ്മള് അമ്മമ്മയുടെ വീട്ടിൽ പോവാം. നീ അവിടെ നിക്ക്. ഞങ്ങള് അമ്പലപ്പുഴ പോവാണ്. നീർക്കോലിയുടെ കുട്ടിയെ നീന്തക്കം പഠിപ്പിക്കണ്ട എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഗൈസ് കേട്ടോ, നീ പറ. അതെ, അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ അമ്പലപ്പുഴ പോവാണ് ഗൈസ്. അതല്ലേ അമ്പടു? യെസ്. അപ്പൊ ഞങ്ങള് ഞാനും പോലും കാവ്യം കൂടെ അമ്പലപ്പുഴ പോവാണ്. അമ്പട് മിണ്ടാതിരി, അമ്പട് പറയട്ടെ. അമ്പട് ഞങ്ങൾ ഉച്ച ഇപ്പഴാട്ടെ 2 മണി 2:15 ഈ സമയത്താണ് പോണത്. സമ്മതിക്കുന്നില്ല, ഇപ്പം ചുമ്മാ ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും കാവ്യം പൊന്നും കൂടെ അമ്പലപ്പുഴ പോവാണ്. ഞങ്ങൾക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ഉച്ചവെയിൽ കൊള്ളുന്നതിന്റെ അല്ല, വൈകുന്നേരത്തെ ചെടിയിലെ പുല്ല് പറക്കലായിട്ട് ചെടി ഒതുക്കാനുള്ള പരിപാടികളുണ്ട്. ഇവരെന്റെ ചെടി ഈ വിഷ്ണുവിനൊന്നും എന്റെ ചെടിയെ ഒന്നും ടേക്ക് കെയർ ചെയ്തില്ല. കാവ്യം പൊന്നുമാണ് വെള്ളം ഒഴിച്ച് ടേക്ക് കെയർ ചെയ്തത്. പക്ഷെ ഇവര് പുല്ല് പറിച്ചില്ല. ആണോ? ചെടി പോലും ഒന്നല്ലേ. അപ്പൊ നമ്മളത് പറഞ്ഞ ഇപ്പൊ ടൗണിൽ പോകണം 1-2 അല്ല ടൗണിലല്ല അമ്പലപ്പുഴയ്ക്ക് വേണം 1-2 കാര്യങ്ങൾ. എന്താടി ഇരിക്കണത് അവിടെ? പിന്നെ ഞങ്ങള് ആദ്യം തന്നെ ഇവർക്ക് ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ പോവാണ് ഗൈസ്. മാമിയുടെ ചെടികൾ നോക്കിയതിന് മാമിയുടെ പിള്ളേർക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാം നമുക്ക്. ഓക്കെ ഓക്കെ പോന്നോ? വാ ഇവിടെ മേടിക്കാം ചെരുപ്പ്. അതല്ല ഇവിടുന്ന് മാമ വേറെ എടുക്കും. നമ്മൾ എവിടെയും വന്ന് ആദ്യം കയറിയിരിക്കണം. അല്ല സീറ്റ് പോവും, അല്ല സീറ്റ് പോവാ. കറക്റ്റ് കൗണ്ടറായിരുന്നത്. അത് കൊള്ളായിരുന്നു. അത് ഏട്ടാ ഈ കളർ വേണം. അത് ഇവിടെമാർക്കുണ്ട്. ഉള്ള ആലവലാദികളാണ്. കാലൊന്നും കഴുകാതെ അളിച്ച കാലോട്ട് വന്നിട്ട് ചെരുപ്പിട്ടിട്ട് അങ്ങനത്തെ ഈ മോഡൽ ആ മോഡൽ മതി കേട്ടാ. അതിന്റെ വലുത് അങ്ങ് ഇട്ട് കൊടുത്ത അടി ഇട്ടോക്കി പൊന്നു. ഇത് ഇങ്ങനത്തെ ചെരുപ്പല്ലേ പൊന്നു? ജീൻസിനും കൂടെ എല്ലാത്തിനും അടിപൊളിയായിട്ട് പൊക്കും. അത് എത്രയുടെ സൈസ്? 5? അത് പൊന്നു കാവ്യയുടെ സൈസ് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, താഴെ പോയി അങ്ങോട്ട് വഴക്കൂറി. ഇവിടെ വാ, കാവ്യ ഇട്ടോക്കിക്കടി. നിനക്ക് 6ആണോ സൈസ്? നിനക്ക് 6ആണോ? നിനക്ക് 7 ആയിരിക്കും. ഏട്ടാ അപ്പൊ 6 എടുക്കും. ഇവക്ക് ചെരുപ്പ് പാകല്ല. അവിടെ കയറിയിട്ട് ഞങ്ങള് വെറുതെ ചാത്തനായിട്ട് ഇറങ്ങി പോന്നു. കാര്യം അവിടെ ഇവളുമാരെ സൈസ് ഒന്നുമില്ല. ചെരുപ്പുണ്ട് പക്ഷെ സൈസ് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്നാ വേറെ കടയിലോട്ട് പോകാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഏതാ പൊന്നിവിടെ ഏതാടി? അതുകൊണ്ട് ഇതാ വെറുതെ പറഞ്ഞാട്ടോ. നിക്കടാ. ഞങ്ങൾ 3 നേരം കൂടാണ് ഇങ്ങനെ തെണ്ടി തിരിയാൻ ഇറങ്ങാറുള്ളത് പൊതുവെ എപ്പോഴും അല്ലേ? വളരെ രസമാണ്. ഇടാൻ സുഖമുണ്ടോ? ഇടാൻ സുഖമുണ്ടോ? എന്നാൽ വേറെ നോക്കിക്കോ. ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വീട്ടിൽ അന്ന് നടക്ക്. എന്തിനാടി ഇന്ന് വാ. കാര്യം പറയാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്പലപ്പുഴ നല്ല ചെരുപ്പിടുന്ന കടയൊന്നുമില്ലേ? എന്തിനാണ് അവിടെ ഇങ്ങോട്ട് വാ. അവിടെ ഒരു കടയാണ്, നമുക്ക് അവിടെ കൂടെ പോയാലോ? എന്നാ സ്റ്റുഡിയോ പോയാലോ? ചേച്ചി ഇവളുമാർക്കൊരു ധൈര്യമില്ല. എൻ്റെ പൊന്നു നല്ല ഉടുപ്പല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് വേറെ കടയിൽ പോയി കയറാം. ഓക്കെ, നമുക്ക് ഈ കടയിലൊന്നും കയറി നോക്കാം എന്താ അവസ്ഥ ഗൈസ്. ആ കടയിലും ഇല്ല. ഈ കടയിൽ കയറി നോക്കണം. എന്താ ഇവിടെ ജെൻസിൻ്റെ മാത്രമേ ഉള്ളൂ? ആണോ? അതെ. അപ്പോൾ നമുക്കിനി അടുത്ത ഷോപ്പ്.
ഇത് നമ്മുടെ അമ്പലപ്പുഴയുള്ള കൂവപ്പള്ളിയിൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരുന്ന ഒരു കടയായിരുന്നേ. ഒരു ദിവസം ഞാനും പൊന്നും കൂടെ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന പുള്ളിയെടുത്ത് ഷേക്ക് പറഞ്ഞു. ഷേക്ക് പറഞ്ഞിട്ട് പൊന്നൂന് ഷേക്ക് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ചേട്ടാ അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്തു എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചൂടായി. അത് ആദ്യം പറയാൻ വയ്യേന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചൂടായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് പോന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ നമ്മൾ ഒരെണ്ണം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അടുത്ത് പറഞ്ഞു നമ്മൾക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു വേണമെന്ന് തോന്നിയത്. അതുകൊണ്ട് ഒരെണ്ണം കൂടെ പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളെ വഴക്ക് പറഞ്ഞത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ കൊടുക്കാനുള്ള ബില്ലും കൊടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളവിടെ കയറിയില്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒന്നും കൂടെ കയറാനുള്ളത് ഇപ്പോൾ ഒന്നുകൂടെ ഞങ്ങളവിടെ കയറി കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് ഇരുന്നിട്ടും പുള്ളി ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വേറെ ടീം ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം വന്നിരുന്ന അടുത്ത് പുള്ളി എന്നിട്ട് എന്ത് വേണം ചോദിച്ചിട്ട് അവരുടെ അടുത്ത് എന്താ വേണ്ടതെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോഴും ഞങ്ങൾ മൂന്നുപേരും അവിടെ ഇരിക്കുക. ഞങ്ങളുടെ അടുത്ത് മൂന്നുപേരുടെ അടുത്ത് എന്ത് വേണമെന്നോ ഏത് വേണമെന്നോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കടയിൽ കയറി വരുന്നവരടുത്തൊക്കെ റിവെഞ്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അറിയില്ല. ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അവിടുന്ന് ഇരുന്നിടത്തുനിന്ന് ഞങ്ങൾ ഒന്നും മേടിക്കാതെ അതുപോലെ നാണം കെട്ടി തിരിച്ചിറങ്ങി പോരുമെന്ന് പറയില്ല, അതുപോലെ ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ചെരുപ്പിട്ടാത്തതുകൊണ്ട് അവിടെ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇവിടെ ചേച്ചിയുടെ അടുത്ത് കയറിയിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിട്ടോ. അവിടുത്തെ ചേച്ചി കരിക്ക് വെട്ടി തന്ന് നമുക്ക് ജ്യൂസും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു കടയിൽ കയറി വീണ്ടും അവിടെ കയറണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പെരുമാറുന്ന രീതി അതും കൂടെ നല്ലതാണെങ്കിലല്ലേ വീണ്ടും നമ്മളവിടെ കയറുള്ളൂ. പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. എന്നാ കുടിക്കേ കുടിയടാ. മധുരമുണ്ടോ പൊന്നെ? ഞാൻ നോക്കാം മധുരമുണ്ടോ. അമ്മ പറഞ്ഞത് അല്ല, ചെരുപ്പ് വാങ്ങാൻ ഇറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് ചത്ത് 12 അവസാനം ഇതേ ഉപ്പുസോട കുടിക്കുന്ന ഞങ്ങള്. അമ്പുടല്ലേ അമ്പുടു? എൻ്റെ അമ്പുടൊക്കെ ചുമന്ന് നല്ല തക്കാളിപ്പഴം പോലെ ആയി മറിക്ക് കണ്ട, തക്കാളിപ്പഴം പോലെ എൻ്റെ അമ്പുടൊക്കെ. ആ പെപ്സിയുടെ കുപ്പി അവൻ കുടിച്ചതല്ല കേട്ടോ, പൊന്നു കുടിച്ചതിൻ്റെ ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നത് അവൻ കുടിക്കണതാണേ. അലഞ്ഞ് തിരിഞ്ഞ അവസാനം വയ്യാതായപ്പോ ഞങ്ങൾ വിഷ്ണുവിനെ വിളിച്ചു വരുത്തി. ഇനി ഞങ്ങളുടെ അലച്ചില് കാറിൽ കൂടാണ്. ഇനി ഞങ്ങളുടെ അലപ്പ് കാറിൽ കൂടെ ഞങ്ങൾ പോയ കോലത്തിലല്ല അല്ലോ, ഞങ്ങൾ ഇറങ്ങിയ കോലത്തിനല്ല ഇപ്പൊ ഞങ്ങളുള്ളത്. അത്രയും നമ്മളിത് ഇവിടെ പോയി ചോദിച്ചു, പക്ഷെ അവിടെ ചെരുപ്പില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. കൊട, ബാഗ്, പാത്രങ്ങളെല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ ചെരുപ്പ് മാത്രമല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കടയിലേക്ക് പോട്ടോ, നോക്കാം. വാ ഗൈസ്, അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കാവ്യക്കും പൊന്നിനും വാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒന്നും വാങ്ങിക്കാൻ കിട്ടാതെ ഞങ്ങൾ വീണ്ടും ഇതേണ്ട ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുട്ട ബജ്ജിയും പരിപ്പോടെ ഉഴുന്നോടെ എന്താണ്ടൊക്കെ മേടിച്ച് ചായയും കുടിക്കാൻ വേണ്ടി കയറിയത്. ചായ വരുന്നുണ്ട് ഗൈസ്. ഒന്നും ക്ഷീണിച്ചില്ലല്ലേ നമ്മളൊക്കെ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്താണ്ടൊക്കെ കുടിച്ച് ക്ഷീണിച്ചു പിന്നെ അല്ലേ. ദേ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി തങ്കിടോ അമ്മയുടെ കട ഗൈസ്, ഞങ്ങളുടെ ഇക്കാൻ്റെ കടയാണ്. അയ്യോ, സോസ് ഒഴിക്കണ്ടായിരുന്നു, സോസ് വേണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇത് ഏട്ടൻ തിന്നാവോ? പൊന്നിന് സോസ് വേണോ? ആണോ? ആ എന്നാ ശരി, നോക്കാം. ഓക്കെ, താങ്ക്സ്. ഒരെണ്ണം കൂടെ വേണം, പൊന്നൂനും കൂടെ വേണം. ഉള്ളിവട അപ്പൊ മാമി ഉള്ളിവട അടിച്ചു കയറ്റി. പൊന്നൂര് ധൈര്യം ഇല്ലെന്ന് കാവ്യ പറയാൻ.